ഹേ എവരി വൺ, ഇന്ന് എൻ്റെ ബ്രസ്സയായിട്ട് ഞാനൊരു മൈലേജ് ട്രിപ്പാണ് പോകുന്നത്. വിതിരയ്ക്കാണ് പോകുന്നത്. എൻ്റെ വൈഫിൻ്റെ വീട് വിതിരയാണ്. അപ്പോൾ അവൾ 2 ദിവസമായിട്ട് വീട്ടിലാണ്. അപ്പോൾ അവളെ കൂട്ടാനും കൂടിയിട്ടാണ് പോകുന്നത്. ഇപ്പം എന്താണ് ഈ വണ്ടിയിലൊരു മൈലേജ് ട്രിപ്പ് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ഇതിനകത്ത് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തായിരുന്നു. അതായത് എൻ്റെ 10,000-ൻ്റെ സർവീസിൽ ഈ വണ്ടിക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഓയിലെന്ന് പറയുന്നത് 0W16 ഓയിലാണ്. പക്ഷേ അവരെ സർവീസ് സെൻറ്ററിൽ അവർ ഒഴിച്ചത് 5W20 ഓയിലായിരുന്നു. വലിയ വ്യത്യാസം ഉണ്ടാവാൻ വഴിയില്ല, കാരണം നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും ഇതൊക്കെ വെച്ചിട്ട് വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്കത് എപ്പോഴും ഒരു ഇച്ചായിട്ടിങ്ങനെ മൈൻഡിൽ കിടക്കും. അതായത് എൻ്റെ വണ്ടിയിൽ ഇതാണല്ലോ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓയിലങ്ങ് മാറ്റിയേക്കാം. 0W16 ഓയിൽ മേടിച്ച് ഒഴിച്ചായിരുന്നു. പക്ഷേ ഇത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മൈലേജിൽ കുറച്ചൊരു ഡ്രാസ്റ്റിക് റിഡക്ഷൻ വന്ന പോലെ തോന്നിയിട്ടുണ്ട്. മുന്നേ 19 കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് എനിക്കിപ്പോൾ 14, 15 കിട്ടുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുകയാണോ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മൈലേജ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു ചെറിയ ട്രിപ്പാണ്, ഒരു 30-35 കിലോമീറ്ററേ ഉള്ളൂ. ആക്ച്വലി ഈ ഓയിൽ ഒഴിച്ച ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഓയിൽ ഭയങ്കര പണിഷിങ്ങുമാണ്, ഭയങ്കര റിവാർഡിങ്ങുമാണ്. അതായത് നമ്മളിപ്പോൾ മോശമായിട്ട് ഓടിക്കുന്ന സ്ഥലങ്ങളിൽ ഓയിൽ ഭയങ്കരമായിട്ട് നമ്മളെ പണിഷ് ചെയ്യുന്ന കണക്കും, എന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുമ്പോൾ മുന്നത്തെക്കാട്ടും റിവാർഡിങ്ങും ആയിട്ടാണ് ഈ ഓയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ, അങ്ങനെയൊന്നും ഒരു ഓയിൽ ബിഹേവ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇന്നത്തെ വീഡിയോയിൽ ഗോപി ഇല്ല, കാരണം ഗോപിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു സോളോ ട്രിപ്പാണ്. ഒരു 2011 മോഡൽ മാനുവൽ വാഗണാർ ആയിരുന്നു എൻ്റെ പഴയ കാറ്. അപ്പോൾ ടുവേർഡ്സ് ദ എൻഡ് ആ കാറിന് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് ഒരു 11, 10, 9 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയും മൈലേജ് കുറഞ്ഞപ്പോൾ ഞാൻ ഈ നമ്മുടെ ഹൈപ്പർ മൈലിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് വായിക്കുകയും വീഡിയോകളൊക്കെ കാണുകയും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഡ്രൈവിങ് ഒന്ന് നല്ലോണം ഇമ്പ്രൂവ് ചെയ്തു. അതായത് ത്രോട്ടിലൊക്കെ വളരെ ഫെദർ ചെയ്തേ കൊടുക്കാറുള്ളൂ. മൊമെൻറ്റം വെച്ചിട്ട് വണ്ടി ഓടിക്കാനായിട്ട് നല്ലോണം ട്രൈ ചെയ്യും. അതായത് ഇപ്പോൾ വണ്ടി ഒരു സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഏറ്റവും കുറച്ച് എനർജി വണ്ടി യൂസ് ചെയ്യുന്നത്. അത് വണ്ടി എന്നല്ല, എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വണ്ടി സ്മാർട്ട് ഹൈബ്രിഡാണ്. നമ്മുടെ ബ്രസ്സയുടെ ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി ഫ്രീ ആയിട്ട് ഓടുന്ന സമയത്ത് പലപ്പോഴും ബാറ്ററി റീജനറേഷൻ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഫോർവേഡ് മൊമെൻറ്റം കിട്ടൂല. ആ മൊമെൻറ്റം ബാറ്ററി റീജിന് വേണ്ടിയിട്ട് വണ്ടി എടുക്കും. പിന്നെ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യാറുണ്ട്. ക്രൂയിസ് കൺട്രോളിൽ നമ്മൾ ഇപ്പോൾ ഏത് ഗിയറിലാണോ നിൽക്കുന്നത്, അതായത് ഒരു 4th ഗിയറിൻ്റെ മേലേക്ക് അല്ലെങ്കിൽ ഒരു 3rd ഗിയറിൻ്റെ മേലേക്ക് നമ്മളിപ്പോൾ വണ്ടി ഏത് ഗിയറിലാണോ ആ ഗിയറിൻ്റെ മിനിമം RPM ഓടിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് മുന്നേ കിട്ടിക്കൊണ്ടിരുന്നത് സിറ്റിയിലൊരു നല്ല ട്രാഫിക്കൊക്കെ ആണെങ്കിൽ ഒരു 15-14 റേഞ്ചൊക്കെ ആയിരുന്നു മൈലേജ്. അല്ലാണ്ട് ഇപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 23-24 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. പിന്നെ ഇതുപോലെ ഒരു ഷോർട്ട് ട്രിപ്സ്, ഒരു 30 കിലോമീറ്റർ അങ്ങനത്തെ ഒരു ട്രാഫിക് ഇല്ലാത്ത റൂട്ടാണെങ്കിൽ ഒരു 20-19 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. പക്ഷേ ഈ ഓയിൽ മാറ്റിയ ശേഷമുള്ള മൈലേജ് ഫിഗേഴ്സാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. കറൻ്റ്ലി 3 കിലോമീറ്റർ ആയിട്ടുള്ളൂ, 21.2 കാണിക്കുന്നത്. ആക്ച്വലി ഇന്നത്തെ ഈ ട്രിപ്പ് ഇങ്ങനെ അല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. രാവിലെ ഒരു 3:30 ഉറക്കമെണീറ്റിട്ട് അപ്പോൾ ഈ ഓയിൽ ടെസ്റ്റ് ചെയ്യണമല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തിരുനെൽവേലി പോയി, തിരുനെൽവേലിയിൽ നിന്ന് തെങ്കാശി വഴി അങ്ങോട്ടേക്ക് പോകാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ ഞാനും ഗോപിയും കൂടെ ഒരു അഗസ്ത്യമല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഫിസിക്കലി അത്യാവശ്യം നല്ല ഹെൽത്ത് വേണ്ടുന്ന ഒരു ട്രിപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രാവിലെ വണ്ടി ഓടിക്കുന്നതിന് പകരം രാവിലെ നടക്കാൻ പോകുമെന്ന് വിചാരിച്ചു. ഇന്നലെ മഴയൊക്കെ പെയ്തിട്ട് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ച് ഒരു 3.5 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ചു വന്നു. ഈ അഗസ്ത്യമല അത്യാവശ്യം നല്ലൊരു ട്രിപ്പാണ് കേട്ടോ. അതായത് ഞാൻ ആക്ച്വലി ഈ ട്രിപ്പ് ആദ്യം പോകുന്ന സമയത്ത് 1,800 രൂപ എങ്ങാണ്ടായിരുന്നു ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. പക്ഷെ ഇപ്പോൾ അത് കൂടിക്കൂടി 2,700 വരെയായി. 2,700-ന് പോകാൻ തക്കവണ്ണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഇതുവരെ പോകാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് എത്ര രൂപ കൊടുത്താലും പോകേണ്ട ഒരു ട്രിപ്പാണ്. പിന്നെ ഹൈപ്പർ മൈലിയാനായിട്ട് വേറെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഞാൻ അത്രയ്ക്ക് ഡീപ്പായിട്ട് പോവാറില്ല.
കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഒരു മിനിമം സേനിറ്റി എനിക്ക് വേണം. കാരണം ഞാൻ വളരെ എനിക്ക് ഒന്ന് റിഫ്രഷ് ആവാനും അങ്ങനത്തെ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. പല കേസസിലും നമുക്ക് ഈ ഹൈപ്പർ മൈലിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഫെദർ ചെയ്ത് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് പ്ലസൻ്റായിട്ട് എനിക്ക് ആ ഒരു ഡ്രൈവ് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടാവുന്ന മാക്സിമം മൈലേജ് കിട്ടുകയും വേണം എന്നുള്ളൊരു എയിമാണ് എനിക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളത്. നമ്മുടെ ഫിറ്റ്നസ് വണ്ടിയുടെ ഫിറ്റ്നസിനെ ഒരു പരിധിവരെ ബാധിക്കാറുണ്ട്. നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് നല്ലൊരു മൈലേജ് തരുമെന്ന്. കാരണം നമ്മൾ പ്രോപ്പർലി റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കാലിൻ്റെയും കൈയുടെയൊക്കെ ആംഗിൾ പ്രോപ്പറാണ്. നമ്മളങ്ങനെ ടയേർഡ് ആവാണ്ട് നമുക്ക് കുറേ നേരം ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര റിലാക്സ് ആയിരിക്കുന്നോ അത്രയും റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. വണ്ടി എത്ര റിലാക്സ്ഡ് ആയിട്ട് ഓടുന്നോ അത്രയും കൂടുതൽ മൈലേജ് വണ്ടി നമുക്ക് തരും. പിന്നെ ഈ മൈലേജിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് വണ്ടിയുടെ ഓവറോൾ ഹെൽത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് മൈലേജ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വണ്ടിയിൽ എന്തെങ്കിലും അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലോ, എൻജിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, ഓയിൽ പഴയതാണെങ്കിലോ, അങ്ങനെ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വണ്ടി നമുക്ക് തരുന്ന വാർണിംഗ് ചിലപ്പോൾ മൈലേജ് വഴിയാകാം. കാരണം ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അലൈൻമെൻറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഫ്യൂല് കത്തിച്ചുണ്ടാക്കുന്ന ഫോഴ്സ് ഈ അലൈൻമെൻറ്റ് കറക്ഷന് വേണ്ടിയിട്ടും വണ്ടീനെ ഫോർവേഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ടേക്സ് എ ടോൾ ഓൺ us. കാരണം നമുക്കിപ്പോൾ തോൾ വേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനിലാക്കി വെക്കണം. നമുക്ക് ആക്ച്വലി നെക്സ്റ്റ് വീക്ക് ഒരു ഗോബിയുടെ ഗ്രാൻഡ് വിറ്റാരയും ഈ വണ്ടിയുമായിട്ടൊരു കമ്പാരിസൺ വീഡിയോ പ്ലാൻ ഉണ്ട്. അതായത് ഒരു മൈലേജ് കമ്പാരിസൺ വീഡിയോ പ്ലാൻ ഉണ്ട്. ഞാൻ ശരിക്കും ആ വീഡിയോയിൽ മൈലേജ് ഒന്നും കൂടെ ബെറ്റർ ആക്കാമെന്നും കൂടെ വെച്ചിട്ടൊക്കെയാണ് ഓയിൽ മാനുഫാക്ചർ റെക്കമെൻഡ് സ്പെക്കിലേക്ക് മാറിയത്. പക്ഷെ അത് ഇങ്ങനെ തിരിഞ്ഞ് കടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ 8.5 കിലോമീറ്റർ ആയിട്ടുണ്ട്, മൈലേജ് 19.9 കാണിക്കുന്നത്. ഈ മൈലേജ് കിട്ടാനുള്ള വേറൊരു ടിപ്പ് ബ്രേക്ക് വളരെ കുറച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രേക്ക് വളരെ കുറച്ച് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല. ബ്രേക്ക് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഗോപിയും ഞാനും തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് ആർക്കാണ് കൂടുതൽ മൈലേജ് അവർ ഓടിക്കുന്ന ടെക്നിക്കിൽ നിന്ന് കിട്ടുക എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഗോപിക്ക് എന്നെ പൊട്ടിക്കാൻ പറ്റുമെന്ന്. എന്തായാലും നമ്മുടെ ഗ്രാൻഡ് വിറ്റാര വേഴ്സസ് ബ്രസ്സയുടെ ഹൈപ്പർ മൈലിംഗ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ കോമ്പറ്റീഷനിൽ ആരെ കപ്പ് കൊണ്ടുപോകും നമ്മളറിയും. വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം, ഗ്രാൻഡ് വിറ്റാര വേഴ്സസ് ബ്രസ്സ എന്നതിലുപരി ഒരു 17 lakh കാർ വേഴ്സസ് ഒരു 25 lakh കാർ എന്നുള്ളൊരു കോമ്പറ്റീഷനും കൂടെ ഉണ്ട്. സോ ഗോപി മുടക്കി എക്സ്ട്രാ 8 ലക്ഷം രൂപയ്ക്കുള്ള മുതൽ ആ വണ്ടിയിലുണ്ടോ എന്നുള്ളതും കൂടെ നമുക്കറിയാം. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഡ്രൈവിംഗ് ടെക്നിക്ക് നന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് വണ്ടിയിൽ നിന്ന് മാക്സിമം മൈലേജ് സ്ക്വീസ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് വണ്ടി ഞാൻ പറയുന്നത് കുറച്ചുകൂടെ മോഡേൺ വണ്ടികൾ, അതായത് നമ്മുടെ BS6 അതൊക്കെ വന്നിട്ടുള്ള വണ്ടികളിൽ നിന്നൊക്കെ കുറച്ചുകൂടെ മൈലേജ് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ടെക്നിക്ക് നന്നാണെങ്കിൽ സ്ക്വീസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ മാരുതിയുടെ കാര്യം പറയണ്ടല്ലോ, മാരുതിയുടെ ട്യൂണിങ് പോലും ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ വിചാരിച്ചൊരു കുറവൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ 10 കിലോമീറ്റർ ഓടി 20.4 കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മേ ബി എനിക്ക് തോന്നിയതാകാം. ആക്ച്വലി ഇന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള റണ്ണാണ്. സിറ്റിക്കകത്തൂടെ ഓടിച്ചിട്ടതൊന്ന് കണ്ടുപിടിക്കണം ഇതിൻ്റെ മൈലേജ്. സിറ്റിക്കകത്ത് എനിക്ക് മുന്നേ ഒരു 15 റേഞ്ചൊക്കെ കിട്ടും, അത്യാവശ്യം ട്രാഫിക് ഉണ്ടെങ്കിൽ. ശരിക്കും എൻ്റെ കാറ് ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കിനെക്കാട്ടിയും ഷൈൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ഗോ ട്രാഫിക്കിലാണ്. കാരണം സ്റ്റോപ്പ് ഗോ ട്രാഫിക്കിൽ വണ്ടി അങ്ങ് ഓഫാവും, അപ്പോൾ പിന്നെ പെട്രോൾ കൺസ്യൂം ചെയ്യുന്നില്ലല്ലോ. സ്ലോ മൂവിങ് ട്രാഫിക്കിൽ വണ്ടി ലോവർ ഗിയറിലായിരിക്കും, അപ്പോൾ അതിനെക്കൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഫ്യൂവൽ കത്തിക്കാറുണ്ട്. നമ്മുടെ പൈപ്പ് ലൈനിലുള്ള വേറൊരു വീഡിയോ സിവിക് സെൻസ് ഓൺ റോഡ്സ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ റോഡിൽ ഓടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് വേറൊന്നുമല്ല, നമുക്ക് തോന്നും വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കുറേ നാളായിട്ട് ആ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. ഗോപി ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. ഈ സിറ്റിംഗ് പൊസിഷൻ വളരെ നന്നാണ് കേട്ടോ. ഞാനിത് ഒരുപാട് ടിങ്കർ ചെയ്ത് കിട്ടിയൊരു പൊസിഷനാണ്. ഇനി വേറെ ആരെങ്കിലും കാർ എടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഈ വണ്ടി കുറച്ച് റിലാക്സ്ഡ് ആണ്. അതായത് നമ്മൾ ഹൈവേസിലൊക്കെ പോകുന്ന സമയത്ത് ക്രൂയിസ് കൺട്രോളിൽ ഒരു 80 ഇട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ കേൾക്കുന്നത് ടയർ നോയ്സ് ആണ്. പുറത്തുനിന്ന് വേറെ സൗണ്ടൊന്നും വണ്ടിയിൽ കേൾക്കില്ല. എൻജിൻ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. കറൻ്റ്ലി 16 കിലോമീറ്ററായി 20.7 ആണ് MID കാണിക്കുന്ന മൈലേജ്.
ഒരു KSRTC ബസ് പുറകെ വരുന്നുണ്ട്. ഇവനെൻ്റെ മൈലേജ് റണ്ണ് കുളവാക്കുമെന്നാണ് തോന്നുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പതുക്കെ ഓടിക്കുമ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് വളരെ പതുക്കെ എത്തൂ എന്നാണ്. എന്നാൽ ശരിക്കും നമ്മൾ ഈ റാഷായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിനേക്കാളും 5-10 മിനിറ്റ് വൈകാറുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പോകേണ്ട സ്ഥലത്തേക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുക, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പതുക്കെ ഓടിക്കുക, ഡ്രൈവിങ് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. AC ഇട്ട് തന്നെയാണ് ഓടിക്കുന്നത് കേട്ടോ. 24-ലാണ് ഞാൻ യൂഷ്വലി AC കീപ്പ് ചെയ്യാറ്. പിന്നെ വല്ലാണ്ട് ചൂടുണ്ടെങ്കിൽ 22-20 പോകാറുണ്ട്. പിന്നെ ചിലർ വിചാരിക്കും AC ഓഫ് ചെയ്തിട്ട് വിൻഡോ തുറന്ന് ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടൂലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. നമ്മൾ വിൻഡോ തുറക്കുമ്പോൾ ആക്ച്വലി വണ്ടിയുടെ ഡ്രാഗ് കൂടുകയാണ്, എയർ ഡ്രാഗ് കൂടുകയാണ്. അതായത് കാറ്റ് വണ്ടിയുടെ അകത്തേക്ക് കയറി വണ്ടീനെ തടഞ്ഞു വെക്കുകയാണ്. ഒരു ലോങ് റണ്ണിൽ AC ഇട്ട് ഓടിക്കുമ്പോഴായിരിക്കും മൈലേജ് കിട്ടുക. പിന്നെ അത് മാത്രമല്ല, വിൻഡോ തുറന്നിട്ട് ഓടുമ്പോൾ വണ്ടിക്കകത്ത് പൊടി കയറും, ഇൻറ്റീരിയറൊക്കെ കുളമാവും. ഈ വണ്ടിയിൽ ആകെ വിൻഡോ തുറന്നിട്ട് ഓടിക്കുന്നത് ചിലരിനകത്ത് കയറുമ്പോൾ അവർക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നെന്ന് പറയും. അന്നേരം മാത്രമാണ്. ഗ്ലാസും സൺറൂഫും വരെ തുറന്നിട്ട് ഓടിക്കേണ്ടി വരാറുണ്ട്. ശരിക്കും 2 ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇവിടെ ഓവർ ഹെഡ് വെച്ചിട്ട് ഇവിടുത്തെ മൈലേജ് കൂടെ, ഇവിടുത്തെ ഫൂട്ടേജും കൂടെ എടുക്കാമായിരുന്നു. മേടിക്കണം. ഇപ്പോൾ നമ്മൾ ആക്ച്വലി വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന മുഴുവൻ എൻ്റെ ഫോണിലാണ്. ചാനലൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ട് വേണം ഒരു ഫോൺ കൂടെ എടുക്കാൻ. ഗോപിയുടെ അച്ഛൻ ജർമ്മനിയിലാണ്. പുള്ളീനെ കൊണ്ടൊരു ഐഫോൺ കൂടെ മേടിപ്പിക്കാം നമ്മുടെ ചാനലിൻ്റെ ഉന്നമനത്തിനായി. നമ്മുടെ വീഡിയോസൊക്കെ ഞാനും ഗോപിയും തന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യാറ്. ഐഫോണിൽ എടുക്കുന്നു, എന്നിട്ട് ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിനകത്തേക്ക് ഇടുന്നു, എഡിറ്റ് ചെയ്യുന്നു. പിന്നെ ഈ വീഡിയോയുടെ ഓഡിയോ ശരിക്കും എനിക്ക് കിട്ടുമോയെന്ന് അറിയാൻ പാടില്ല. കാരണം യൂഷ്വലി നമ്മൾ ഈ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസീവറുണ്ട്. ആ റിസീവർ ഫോണിലേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ ഇന്ന് ഒരു പരീക്ഷണാർത്ഥം ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇന്നെടുക്കുന്ന ഫൂട്ടേജ് ലോഗിലാണ് എടുക്കുന്നത്, ലോഗ് ഫോർമാറ്റിലാണ് എടുക്കുന്നത്. കുറച്ചുകൂടെ നന്നായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോണിൻ്റെ ഈ റിസീവർ കുത്തുന്ന USB പോർട്ടിൽ ഇപ്പം ആ SSD കുത്തിയേക്കാണ്. എന്നിട്ട് മൈക്കിൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. കിട്ടുമോ എന്തോ, അവിടെ എത്തുമ്പോൾ അറിയാം. ഇന്ന് രാവിലെ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ടയർ പ്രഷറൊക്കെ കറക്റ്റ് ആക്കിയായിരുന്നു. മാനുഫാക്ചർ പറയുന്നത് 4 ടയറിൽ 33 4 33 ആക്കിയിട്ടുണ്ട്. ഞാനൊരു TPMS മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ വണ്ടിയിൽ. കാരണം നമ്മൾ ടയർ പ്രഷർ മാനുഫാക്ചർ പറയുന്നത് കോൾഡ് ടയർ പ്രഷറാണ്. ഫില്ലിംഗ് സ്റ്റേഷനിൽ പോയി നമ്മൾ എയർ ഫില്ല് ചെയ്യുന്ന നേരം ടയർ ഓൾറെഡി കുറച്ച് ചൂടായിട്ടിരിക്കുകയാണ്. അന്നേരം എയർ എക്സ്പാൻഡ് ആവുന്നത് കൊണ്ട് തന്നെ റീഡിങ് കൃത്യമായിരിക്കത്തില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു 36 33 അടിച്ചിട്ട് വീട്ടിലെത്തി അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ മിക്കവാറും അതിനകത്ത് 30 കാണത്തുള്ളൂ. അത് TPMS ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഞാനൊരു കംപ്രസർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ രാവിലെ കറക്റ്റ് എയർ പ്രഷർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കോൾഡ് ടയർ പ്രഷറാണല്ലോ പറയുന്നത്. അപ്പം ഓവർനൈറ്റ് വണ്ടി ടയർ തണുത്ത ശേഷം രാവിലെ എണീറ്റിട്ട് ഞാൻ മാനുഫാക്ചറർ പറയുന്ന 33 PSIയിലേക്ക് എൻ്റെ ടയറിനെ ഇൻഫ്ലേറ്റ് ചെയ്യും. ആക്ച്വലി വണ്ടിയുടെ മൈലേജിൻ്റെ വളരെ ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ വണ്ടിയുടെ ടയർ പ്രഷറാണ്. ടയർ പ്രഷർ എപ്പോഴും പ്രോപ്പറാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. മാനുഫാക്ചറർ പറയുന്ന റെക്കമെൻഡഡ് സ്പെക്സിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. പക്ഷേ അത് ഇൻ്റലിജൻ്റായിട്ട് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ജോർജ് ചെയ്യുന്ന കണക്കുള്ള ഓഫ് റോഡൊന്നുമല്ല. കുറച്ചുകൂടെ ഗ്രിപ്പ് വേണമെന്ന് നമുക്ക് തോന്നുന്ന സിറ്റുവേഷൻസിനകത്ത് എയർ പ്രഷർ 1-2 PSI കുറയ്ക്കാം. അപ്പോൾ ടയർ ഒന്നുകൂടെ റോഡിൽ പ്രസ്സാവും. പിന്നെ മഴയൊക്കെ ഉള്ള സമയത്ത് വേണമെങ്കിൽ ഒരു PSI നമുക്ക് കുറച്ചടിക്കാം. അന്നേരവും കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും. നമ്മളിപ്പോൾ ഹയർ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ ടയറിൻ്റെ പ്രഷർ കുറയും. ഹയർ ഓൾട്ടിറ്റ്യൂഡിലും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ശരിക്കും ടയർ പ്രഷർ കുറയാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇനി ടയർ പഞ്ചറായതാണോ, പക്ഷെ അന്നേരമല്ല, 4 ടയറും ഒരേപോലെ കുറയും. അത് പ്രഷർ ഡിഫറൻസസും പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസസും കാരണമാണ്. നിങ്ങളുടെ TPMSൽ ടെമ്പറേച്ചർ ഗേജ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ടെമ്പറേച്ചർ കുറയുന്ന കൂടെ തന്നെ ടയറിൻ്റെ പ്രഷറും കുറയാറുണ്ട്. അതിനകത്തുള്ള എയർ കംപ്രസ് ആവുന്നതുകൊണ്ടാണ്. 26 കിലോമീറ്ററായി, 20.5 കാണിക്കുന്നത്. വേറെ ഫോണില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ എൻ്റെ ക്ലസ്റ്റർ കാണിക്കാത്തത്. ഞാൻ അവിടെ എത്തിയിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം. അതുപോലെ ഇതിന് ഒരു ആപ്പുണ്ട്. ആപ്പിനകത്ത് മിക്കവാറും ഈ ട്രിപ്പിൻ്റെ മൈലേജ് റെക്കോർഡഡ് ആവേണ്ടതാണ്. പറ്റുവാണെങ്കിൽ അതുകൂടെ ഇടാം. ഈ ആപ്പിൽ കാണിക്കുന്നതും ഈ ക്ലസ്റ്ററിൽ കാണിക്കുന്നതും തമ്മിൽ ചെറിയ ഡിഫറൻസ് വരാറുണ്ട്.
ഒരു 0.1 0.2 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. പിന്നെ പലരും പറയുന്നത് ഈ നമ്മുടെ മൈലേജ് ചെക്ക് ചെയ്യേണ്ട പ്രോപ്പർ വേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഒന്നുകൂടെ അടുത്ത ഫുൾ ടാങ്ക് വരെയുള്ള കിലോമീറ്ററും പിന്നെ ഫ്യൂലും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം MID ആണ്. അപ്പോൾ ഓക്കെ, അത് പ്രോപ്പർ ആയിരിക്കും, പക്ഷെ നമുക്കൊരു സെൻസ് ഓഫ് മൈലേജ് കിട്ടാനായിട്ട് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ MID നോക്കിയാൽ മതി. കാരണം ഈവൻ നമ്മളിപ്പോൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ച് പോയാൽ പോലും ഇപ്പോൾ പമ്പർക്ക് നമ്മളെ പറ്റിക്കാം. ഇതിനകത്തുള്ള ഇപ്പോൾ മീറ്റർ റീഡിങ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നം വരാം. കാരണം എല്ലാത്തിനും ചെറിയ ടോളറൻസസ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മൈലേജ് പോകും. ഇപ്പോൾ എന്തുകൊണ്ട് നമുക്ക് MID സ്റ്റാൻഡേർഡായിട്ട് എടുത്തുകൂടാ? ഇന്ന് രാവിലെ നടന്നു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഫിറ്റ്നസ് എത്ര മോശമാണെന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയത്. അഗസ്ത്യമല പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 24 കിലോമീറ്റർ ഒരു സൈഡ് പോകാനുണ്ട്. ബേസ് ക്യാമ്പ് വരെ 16, പിന്നെ ബേസ് ക്യാമ്പിൽ നിന്ന് ഈ മലയുടെ മണ്ടക്ക് 8 കിലോമീറ്ററും, അങ്ങനെ എങ്ങാണ്ടൊരു 24 കിലോമീറ്റർ. അത് സ്ട്രെയിറ്റും അല്ല, നമ്മൾ ഇൻക്ലൈനാണ്, നല്ല കഷ്ടപ്പെടും. അപ്പോൾ ഇന്നോട്ട് നടന്നു തുടങ്ങിയില്ലെങ്കിൽ പണിയാകുമെന്ന് വിചാരിച്ച് തന്നെയാണ് നടക്കാൻ പോയത് രാവിലെ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു മാസം പോകുന്നതിന് മുന്നേ ഒരു മാസം നടക്കുവാണെങ്കിൽ എവിടെയൊക്കെയാണ് വേദന വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാമല്ലോ. ഇന്ന് തന്നെ കാല് അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. വെറും 4-5 കിലോമീറ്റർ നടന്നപ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് പ്രോപ്പർ ഷൂ മേടിക്കണം, പിന്നെ പ്രോപ്പർ ഷഡ് മേടിക്കണം. കാരണം നടക്കുമ്പോൾ ഒരുപാട് നടക്കുമ്പോഴേ ഈ പിന്നെ നമ്മളിങ്ങനെ ഒരഞ്ഞ് നമ്മുടെ തൊട മുറിയും. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ആ ഒരു പണി കിട്ടിയായിരുന്നു. അന്നേരം മനസ്സിലായി കുറച്ചുകൂടെ നല്ല അണ്ടർവെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ ഈ പോക്കൊരു ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ട്രാവൽ ലൈറ്റ്, പിന്നെ കയ്യിൽ ഗ്ലൂക്കോസ് പൊടി അങ്ങനെ എന്തെങ്കിലും, പിന്നെ ചോക്ലേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ 2 ഫ്രണ്ട്സ് കൂടെയാണ് പോയത്. അപ്പോൾ കുറച്ച് ഗ്ലൂക്കോസ് പൊടിയുടെ ബലത്തിലാണ് ഞങ്ങൾ ശരിക്കും പോയി തിരിച്ച് വീട്ടിലെത്തിയത്. ഇല്ലെങ്കിൽ അവിടെ കിടക്കുമെന്ന് നമുക്ക് തോന്നിയിരുന്നു. നമ്മളിപ്പോൾ 30 കിലോമീറ്ററിനോട് അടുത്തു. ഇപ്പോൾ കറൻ്റ്ലി 21 മൈലേജ് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഡിപ്പ് വന്നിട്ടില്ല മൈലേജിൽ. സിറ്റിയിലൂടെ ഒന്ന് ഓടിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് എടുക്കണം. നിങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാറുണ്ടോ? ഞാൻ ആക്ച്വലി പാട്ട് കേൾക്കാറില്ല, പോഡ്കാസ്റ്റാണ് കേൾക്കുന്നത്. ആക്ച്വലി ഞാനും ഗോപിയും ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഞങ്ങൾ കേൾക്കുന്ന ടൈപ്പ് വീഡിയോസ് ഉണ്ടാക്കണം എന്നായിരുന്നു. ഞങ്ങൾ ഈ ലോങ് ഫോർമാറ്റ് വീഡിയോസും പോഡ്കാസ്റ്റുകളും ഇഷ്ടംപോലെ കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെങ്കിലും കാണുന്ന രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാക്കാനായിരുന്നു ഞങ്ങളുടെ എയിം. അത് നടക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒരു വീഡിയോ ഇട്ട് 200 വ്യൂ ഉണ്ടെങ്കിൽ അതിൽ 196 വ്യൂവും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. ബാക്കി 4 പേരെ പുറത്ത് നടക്കുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, വി ആർ ഹാവിങ് ഫൺ. ആക്ച്വലി ഇത് നമ്മുടെ വീഡിയോസ് അങ്ങനെ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോസിൽ കൂടുതൽ പറയാറ്. നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. കറൻ്റ്ലി 32 കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട്. 21 മൈലേജ് കാണിക്കുന്നത്. ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇത് കാണിച്ചു തരാം, MIDയിലുള്ള മൈലേജ്. സോ ഇത് ജസ്റ്റ് ഒരു മൈലേജ് റണ്ണാണ്. ഞാൻ ഇന്ന് ഗോപി ഇല്ലാത്തത് കൊണ്ടും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായതുകൊണ്ടും ഞാൻ ഈ വണ്ടിയുടെ മൈലേജ് അറിയാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയ ഒരു ട്രിപ്പാണ്. സോ hope you enjoyed the content. Thank you for watching.